പക്ഷെ ഈ വർഷങ്ങളിൽ അവർ കമ്പ്യൂട്ടർ വഴി കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ കമ്പ്യൂട്ടർ വഴി കാര്യങ്ങൾ പഠിക്കുമ്പോൾ അവരെങ്ങനെയാണ് പഠിക്കുന്നത്? അതിന് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അറിയണം. കമ്പ്യൂട്ടറിലൂടെ ഇവരെങ്ങനെ കാര്യങ്ങൾ പഠിക്കുന്നു. അപ്പം ഈ ഇരിക്കുന്നതിൽ കമ്പ്യൂട്ടർ പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവരുടെയും കാര്യം എന്താ പറയുന്നത്, കമ്പ്യൂട്ടർ പഠിക്കാൻ താല്പര്യമുള്ള രക്ഷകർത്താക്കൾക്ക് ഞങ്ങൾ കോഴ്സ് നൽകാൻ പോകും. ഞങ്ങൾ അവരെ പഠിപ്പിക്കാൻ പോകും. കമ്പ്യൂട്ടർ എനിക്ക് ഇച്ചിരി കമ്പ്യൂട്ടർ പഠിക്കണം, അല്ലെ എൻ്റെ മക്കൾ എങ്ങനെയാണ് ഈ കമ്പ്യൂട്ടറിലൂടെ കാര്യങ്ങൾ പഠിക്കുന്നതെന്ന് എനിക്കൊന്ന് അറിയണം. അങ്ങനെ ഏതെങ്കിലും രക്ഷകർത്താവിന് താല്പര്യമുണ്ടെങ്കിൽ അവരെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിനുവേണ്ടി ആരൊക്കെയാണ് ഇതിനെ പഠിക്കാൻ തയ്യാറായി വരുന്നതെന്ന് വെച്ചാൽ അവരുടെ ഒരു യോഗം കൂടിയോ അല്ലെങ്കിൽ ഞങ്ങൾ തീരുമാനിച്ചോ ഒരു ദിവസം ഇതിനു വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് ആ ദിവസത്തിൽ നിങ്ങൾക്ക് നമ്മുടെ സ്കൂളിൽ വെച്ച് തന്നെ കമ്പ്യൂട്ടർ പഠിക്കാനുള്ള അവസരം ഉണ്ട്. അതിന് താല്പര്യമുള്ളവർ ഇന്ന് പോകുന്നതിന് മുമ്പ് സാറിൻ്റെ കയ്യിൽ അതിൻ്റെ ലിസ്റ്റ് കൊടുക്കണം. ആ ലിസ്റ്റും കൂടെ കൊടുക്കാമെങ്കിൽ നമുക്ക് എത്ര പേര് വരുന്ന കൂടുതൽ പേര് വരുവാണെങ്കിൽ അതിനെ 2 ബാച്ചാക്കി മാറ്റുകയോ അല്ല 3 പ്രാവശ്യമായിട്ടൊക്കെ എടുക്കുകയോ ഒക്കെ ചെയ്ത് അത് ചെയ്യും. ഇതും നമ്മുടെ കുട്ടിക്ക് വേണ്ടിയുള്ള കാര്യമാണ്. അത് മനസ്സിലാക്കുക. നമ്മുടെ കുട്ടി എങ്ങനെ പഠിക്കുന്നു എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അവനെ നേർവഴിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. അതിനാവശ്യമായ ചില വിവരങ്ങൾ നിങ്ങൾ ക്ലാസ് എടുത്ത് ഇവിടെ കാണിക്കാൻ പോവാണ്. അതിനുവേണ്ടി സാറ് ക്ലാസ് എടുക്കും. ആ ക്ലാസ് വളരെ ശ്രദ്ധിക്കാം. കൂടുതൽ സമയമൊന്നുമില്ല. അരമണിക്കൂർ ഉണ്ട്. നമ്മുടെ എല്ലാ പരിപാടികളും കഴിയും. അരമണിക്കൂർ നിങ്ങൾ ക്ഷമയോടുകൂടി ഈ കാര്യങ്ങൾ നമ്മുടെ കുട്ടിക്ക് വേണ്ടിയാണെന്നുള്ള ഒരു ബോധത്തോടു കൂടി കേട്ടിരിക്കും.